ഇതുകൊണ്ടാകുമോ ആ റിസപ്ഷനിസ്റ്റ് ഇദ്ദേഹത്തിനോട് ഈ പറഞ്ഞിരിക്കുന്ന ജനൽ തുറക്കരുത് എന്ന് പറയുന്നത് വരെ അവൻ സംശയിച്ചു. അങ്ങോട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ജനൽ എന്തോ ഒരു ഭാഗത്തിൽ അവൻ അടച്ചതല്ല, പെട്ടെന്ന് അടഞ്ഞുപോയി. അതോടെ അവൻ ഞെട്ടി പുറകോട്ട് തെന്നി മാറി ഒരു മൊമെന്റ് കഴിഞ്ഞപ്പോൾ അവൻ ചാടി എണീറ്റു. ഇത്രയും നേരം കണ്ടത് അവൻ്റെ സ്വപ്നങ്ങളായിരുന്നു. പക്ഷെ ആ സമയത്തേക്കും അവൻ ആകെ വിയർത്ത് കുളിച്ചിരുന്നു. എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല. നോക്കിയപ്പോൾ ഫാൻ നിന്നിട്ടുണ്ട്. ലൈറ്റ് ഓൺ ചെയ്ത് നോക്കിയാൽ വീണ്ടും കറണ്ട് ഇല്ല. അവൻ പതിയെ പോയിട്ട് അവൻ്റെ ഉള്ളിലത്തെ സ്വപ്നം അവൻ്റെ ഉള്ളിൽ അപ്പോൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഉള്ളിലുണ്ട്, അവനൊന്നും മറന്നിട്ടില്ല. അവൻ ആ ജനൽ കഷ്ടപ്പെട്ട് തുറന്നു. അപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. ഇവൻ സ്വപ്നത്തിൽ കണ്ട അതേ ശ്മശാനം. ആ ശ്മശാനം നോക്കി നിന്ന് പേടിച്ച് അവൻ പുറകോട്ട് പോയപ്പോൾ എന്തോ ഒന്ന് അവൻ തട്ടുന്നൊരു ഫീൽ ഉണ്ടായി. പുറകോട്ട് ഇങ്ങനെ തെന്നി മാറിയപ്പോൾ നോക്കിയപ്പോൾ 2 കാലുകളിൽ ഇങ്ങനെ വന്ന് തട്ടുന്നൊരവസ്ഥയിലുണ്ടായത്. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 2 കാലുകൾ ഫാനിൽ തൂങ്ങിക്കിടക്കുന്ന പോലെ ഒരു ഫീല്, അല്ലെങ്കിൽ അവൻ ആ ഒരു രീതിയിലൊരു കാഴ്ച അവൻ കാണുന്നു. അതോടുകൂടി ഏകദേശം ബോധം പോയ പോലെയാണ്. പെട്ടെന്ന് കരണ്ട് വന്നു. അവൻ പോയി ഡോറ് തുറന്ന് പുറത്തേക്ക് നിന്ന സമയത്ത് ആ താഴെ നിന്ന റിസപ്ഷനിസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തോ റൂമിൽ നിന്ന് ശബ്ദം കേട്ടിട്ട് അദ്ദേഹം കയറി വന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറയാതിരുന്നതാണ്, ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇന്നിവിടെ സ്റ്റേ ചെയ്യണമെന്ന് ചോദിച്ചു. അവനവനെ കിട്ടിയ ജീവൻ കൊണ്ട് സ്ഥലം വിടാൻ നോക്കി. അപ്പൊ അവനോട് വീണ്ടും ചോദിച്ചു ശരിക്കും എന്താ റൂമിന്റെ പ്രശ്നം എന്നുള്ളത്.